കരൂർ ദുരന്തത്തിൽ ടിവിക്ക് അധ്യക്ഷൻ വിജയിയോട് ചോദ്യങ്ങളുമായി സിബിഐ. കരൂരിൽ പരിപാടി നടത്താൻ തീരുമാനിച്ചത് ആരാണെന്നും അതിനെക്കുറിച്ച് വിജയ് എപ്പോഴാണ് അറിഞ്ഞതെന്നുമാണ് ചോദ്യം. അച്യുതൻ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, അതിന്റെ തുടർ ചോദ്യങ്ങൾ പരിശോധിച്ചാൽ ടിവിക്കും വിജയ്ക്കും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണവ. അച്യുതൻ, ഹാഷ്മി, ഒന്നല്ല നിരവധി ചോദ്യങ്ങളാണ് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട CBIക്ക് വിജയോട് ചോദിക്കാനുള്ളത്. ആ ചോദ്യങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ കരൂരിൽ പരിപാടി നടത്താൻ തീരുമാനിച്ചത് ആരാണ്, അതിനെക്കുറിച്ച് വിജയ്ക്ക് എപ്പോഴാണ് അറിവ് ലഭിച്ചത്, ഒപ്പം തന്നെ കരൂർ പരിപാടി ആസൂത്രണം ചെയ്യുന്നതിനും അത് കൈകാര്യം ചെയ്യുന്നതിനും ആരെയാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്, പരിപാടിക്ക് ലഭിച്ച അനുമതികൾ ഏതൊക്കെ അനുമതികളാണ് ഈ പരിപാടിക്ക് ലഭിച്ചിരുന്നത്, ഒപ്പം തന്നെ തദ്ദേശ ഭരണകൂടവുമായി മുൻകൂട്ടി ഏതെങ്കിലും അപകട സാധ്യത സ്ഥലവുമായി ബന്ധപ്പെട്ട കൂടുതലായ ആളുകൾ എത്തിയാൽ ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യത ഉണ്ടാകുമോ എന്ന കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നോ, പോലീസുമായി എത്രത്തോളം ഏകോപനം നടത്തി, മാത്രമല്ല ഈ ജനക്കൂട്ടം ഏകദേശം 30,000-ത്തിലായി അധികമായി വർദ്ധിച്ചപ്പോൾ ഈ പാർട്ടി പ്രവർത്തകരും പോലീസുമായി അവിടുത്തെ ജില്ലാ ഭരണകൂടമായി ഏകോപിപ്പിച്ചിരുന്ന കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതിനുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നോ, കുടിവെള്ളം, ശരിയായ പ്രവേശന എക്സിറ്റ് പോയിന്റുകൾ തുടങ്ങിയ അടിസ്ഥാന ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നോ, ഒപ്പം തന്നെ ഈ വിജയുടെ കാരവൻ ആ തിരക്കേറിയ പാതയിലൂടെ സഞ്ചരിക്കാൻ ആരാണ് അനുവദിച്ചത്, വേദിയിൽ 7 മണിക്കൂർ വിജയ് വൈകി എത്തിയതിന്റെ കാരണം എന്താണ്, അതാണ് ആ വിഷയത്തിൽ അന്ന് അപകടം നടക്കുമ്പോൾ വലിയ വിമർശനങ്ങൾക്കിടയാക്കിയത് വിജയ് വൈകി എത്തിയത് എന്നൊരു കാരണമായിരുന്നു. അപ്പോൾ അതിവിടെ CBI ഉയർത്തുന്നുണ്ട്. 7 മണിക്കൂർ വൈകിയാണ് എത്തിയത്, അതിന്റെ കാരണമെന്ത്, ഷെഡ്യൂൾ ചെയ്ത സമയത്തിനും വേദിയിൽ എത്തിയതിനുമിടയിൽ വലിയ വ്യത്യാസമുണ്ട്, അതെന്തുകൊണ്ട് ആണെന്ന് CBI ആ ചോദ്യം ഉയർത്തും. ഈ അപകടത്തെക്കുറിച്ച് വിജയ്ക്ക് എപ്പോഴാണ് അറിവ് ലഭിച്ചത്, വിജയ് വേദിയിലെത്തിയ കൃത്യമായ സമയവും ആ വേദി വിട്ട കൃത്യമായ സമയവും സമയം എത്രയാണ് എന്നുള്ളതും ഇപ്പോൾ CBI വിജയോട് ചോദിക്കും. അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഈ കരൂർ അപകടം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.